നമസ്കാരം. ഇത് ദ ഇന്ത്യൻ. വർഷങ്ങളായി ഇന്ത്യയുടെ ജെറ്റ് എഞ്ചിൻ വികസന സ്വപ്നങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ഏതാണ്ട് പൂർണ്ണമായും കാവേരി ടർബോഫാൻ എഞ്ചിൻ പദ്ധതിയെ ചുറ്റിപ്പറ്റിയായിരുന്നു. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ വലിയ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. തങ്ങളുടെ സൈനിക വ്യോമയാന മേഖലയെ ആകെ വളർത്തിയെടുക്കാനുള്ള ശക്തവും ആവേശകരവുമായ ഒരു വലിയ പദ്ധതിയിലേക്ക് ഇന്ത്യ നിശബ്ദമായി ചൂടുമാറുകയാണ്. ഉയർന്ന ത്രസ്റ്റ് ശേഷിയുള്ള ഒരൊറ്റ യുദ്ധവിമാന എഞ്ചിൻ വികസിപ്പിക്കുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം ചെറുകിട ടർബോ ജെറ്റുകൾ, ആളില്ലാ വിമാനങ്ങൾക്കായിട്ടുള്ള എഞ്ചിനുകൾ, ക്രൂയിസ് മിസൈൽ പ്രൊപ്പൽഷൻ സംവിധാനങ്ങൾ, സ്വാം ഡ്രോണുകൾക്കായിട്ടുള്ള എഞ്ചിനുകൾ, കോമ്പാക്ട് ടർബോഫാനുകൾ, തദ്ദേശീയമായി വികസിപ്പിച്ച ഫുൾ അതോറിറ്റി ഡിജിറ്റൽ എഞ്ചിൻ കൺട്രോൾ അഥവാ FADEC സംവിധാനങ്ങൾ, സ്റ്റെൽത്ത് കേന്ദ്രീകൃത പ്രൊപ്പൽഷൻ സാങ്കേതിക വിദ്യകൾ, ഉയർന്ന താപനിലയെ അതിജീവിക്കുന്ന വ്യോമയാന സാമഗ്രികൾ എന്നിവ ഉൾപ്പെടുന്ന സമഗ്രമായ ഒരു തദ്ദേശീയ സൈനിക പ്രൊപ്പൽഷൻ ഇക്കോസിസ്റ്റം കെട്ടിപ്പടുക്കുകയാണ് രാജ്യം. വരുന്ന വർഷങ്ങളിൽ ഇന്ത്യയുടെ പ്രതിരോധ വ്യവസായ രംഗത്തുണ്ടാകുന്ന ഏറ്റവും തന്ത്രപ്രധാനമായ മുന്നേറ്റങ്ങളിൽ ഒന്നായി ഈ മാറ്റം മാറിയേക്കാം. ആധുനിക യുദ്ധവിമാനങ്ങൾക്ക് അനുയോജ്യമായ ഒരു ടർബോഫാൻ എഞ്ചിൻ പൂർണ്ണമായി തദ്ദേശീയമായി വികസിപ്പിക്കുന്നത് എത്രമാത്രം സങ്കീർണമായ പ്രക്രിയയാണെന്ന് കാവേരി എഞ്ചിൻ പദ്ധതി വ്യക്തമായി തെളിയിച്ചു കഴിഞ്ഞു. കടുത്ത ചൂടിനെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള പ്രത്യേക ലോഹങ്ങൾ നിർമ്മിക്കുക, ഒരൊറ്റ ക്രിസ്റ്റൽ കൊണ്ട് ഉയർന്ന സാങ്കേതിക വിദ്യയുള്ള ടർബൈൻ ബ്ലേഡുകൾ ഉണ്ടാക്കുക, സങ്കീർണമായ കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ ഉപയോഗിക്കുക, അത്യാധുനിക കൃത്യതയോടുള്ള നിർമ്മാണ രീതികൾ പിന്തുടരുക എന്നിങ്ങനെയുള്ള വലിയ വെല്ലുവിളികളാണ് ഇന്ത്യക്ക് നേരിടേണ്ടി വന്നത്. ഉയർന്ന ശേഷിയുള്ള ഒരു യുദ്ധവിമാന എഞ്ചിൻ സാങ്കേതികവിദ്യ സ്വന്തമായി വികസിപ്പിച്ചെടുക്കുക എന്നത് ഏതൊരു രാജ്യത്തിനും എത്രമാത്രം പ്രയാസമേറിയ കാര്യമാണെന്ന് ഇത് തെളിയിക്കുന്നു. ഒരൊറ്റ വലിയ യുദ്ധവിമാന എഞ്ചിൻ പദ്ധതിയെ മാത്രം ആശ്രയിക്കുന്നതിന് പകരം ചെറുതും താരതമ്യേന കൈവരിക്കാൻ എളുപ്പമുള്ളതുമായ വിവിധ എഞ്ചിൻ വിഭാഗങ്ങളിലൂടെ ഘട്ടം ഘട്ടമായി പ്രൊപ്പൽഷൻ സാങ്കേതിക വിദ്യയിലെ വൈദഗ്ധ്യം വളർത്തിയെടുക്കുന്ന ഒരു ബഹുതല തന്ത്രമാണ് ഇന്ത്യ ഇപ്പോൾ സ്വീകരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ഇതൊരു മികച്ച തന്ത്രം കൂടിയാണ്. കാരണം ഡ്രോണുകൾ, ക്രൂയിസ് മിസൈലുകൾ, മറ്റു പറക്കുന്ന ആക്രമണ സംവിധാനങ്ങൾ എന്നിവയിൽ ഉപയോഗിക്കുന്ന ചെറിയ എഞ്ചിനുകൾക്ക് ശക്തമായ യുദ്ധവിമാന എഞ്ചിനുകളെ പോലെ കടുത്ത ചൂടും അമിതമായ സമ്മർദ്ദവും താങ്ങേണ്ടി വരില്ല. അതിനാൽ ഇത്തരം മേഖലകളിൽ സാങ്കേതിക മികവ് നേടുന്നത് ഭാവിയിൽ കൂടുതൽ സങ്കീർണമായ സൈനിക എഞ്ചിൻ വികസനങ്ങൾക്ക് ശക്തമായ അടിത്തറ ഒരുക്കും. ഈ മേഖലയിൽ ഏറ്റവും ശ്രദ്ധേയമായതും എന്നാൽ അധികം ചർച്ച ചെയ്യപ്പെടാത്തതുമായ ഒരു കാര്യം, ഇന്ത്യ വളരെ വേഗത്തിൽ ചെറിയ യുദ്ധവിമാന എഞ്ചിൻ പദ്ധതികൾ വികസിപ്പിക്കുന്നു എന്നതാണ്. DRDO ലാബുകളിലും സ്വകാര്യ എയ്റോസ്പേസ് കമ്പനികളിലും ഗവേഷണ കേന്ദ്രങ്ങളിലും ഇത് നടക്കുന്നുണ്ട്. കോമ്പാക്ട് ടർബോജെറ്റുകൾ, ഉപയോഗശൂന്യമായേക്കാവുന്ന UAV പ്രൊപ്പൽഷൻ, മിനി ടർബോഫാനുകൾ, ലോയിറ്ററിംഗ് മ്യൂണിഷൻ എഞ്ചിനുകൾ, ഉയർന്ന പ്രദേശങ്ങളിൽ പറക്കാൻ ശേഷിയുള്ള ഡ്രോൺ പ്രൊപ്പൽഷൻ സിസ്റ്റങ്ങൾ എന്നിവയിൽ ഇന്ത്യ കൂടുതൽ നിക്ഷേപം നടത്തുന്നുണ്ട്. ദീർഘദൂര ഡ്രോണുകൾ, സ്വാം ഡ്രോണുകൾ, പൊട്ടിത്തെറിക്കാവുന്ന കാമിക്കാസി ഡ്രോണുകൾ എന്നിവയെ വളരെയധികം ആശ്രയിക്കുന്ന ഒരു ഭാവി യുദ്ധമുറയ്ക്കായി ഇന്ത്യ തയ്യാറെടുക്കുകയാണെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ചെറിയ ജെറ്റ് എഞ്ചിനുകൾ ഇപ്പോൾ ആധുനിക യുദ്ധമുറകളുടെ ഒരു പ്രധാന ഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ക്രൂയിസ് മിസൈലുകൾ, സ്റ്റെൽത്ത് ഡ്രോണുകൾ, യുദ്ധവിമാനങ്ങളെ സഹായിക്കുന്ന ഹെൽപ്പർ ഡ്രോണുകൾ, ഡെക്കോയ് വിമാനങ്ങൾ എന്നിവ പ്രവർത്തിപ്പിക്കാൻ ഇവയാണ് ഉപയോഗിക്കുന്നത്. തദ്ദേശീയ പ്രൊപ്പൽഷൻ സാങ്കേതിക വിദ്യകളിൽ ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പിന്നിലെ പ്രധാന കാരണങ്ങളിൽ ഒന്ന്, ഭാവിയിൽ ഇറക്കുമതി ചെയ്യുന്ന ചെറുകിട ടർബോ ജെറ്റുകളെയും വിദേശ UAV എഞ്ചിനുകളെയും ആശ്രയിക്കേണ്ടുന്ന സാഹചര്യം ഒഴിവാക്കുക എന്നതാണ്. കാരണം അന്താരാഷ്ട്ര ഉപരോധങ്ങളോ യുദ്ധകാലത്തെ വിതരണ ശൃംഖല തടസ്സങ്ങളോ ഉണ്ടായാൽ ഇത്തരം വിദേശ സംവിധാനങ്ങളുടെ ലഭ്യത ഗുരുതരമായി ബാധിക്കപ്പെടാൻ തന്നെ സാധ്യതയുണ്ട്. റഷ്യ-യുക്രൈൻ യുദ്ധം ഡ്രോൺ യുദ്ധമുറകളെക്കുറിച്ചുള്ള ലോകമെമ്പാടുമുള്ള സൈന്യങ്ങളുടെ ചിന്താഗതിയെ പൂർണ്ണമായി തന്നെ മാറ്റിമറിച്ചു. വലിയ തുക ചെലവഴിക്കാതെ തന്നെ വില കുറഞ്ഞ ദീർഘദൂര ഡ്രോണുകൾ ഉപയോഗിച്ച് ശത്രുക്കൾക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്നതായിരുന്നു ഈ യുദ്ധം നൽകിയ വ്യക്തമായ പാഠം. DRDOയുമായി ബന്ധപ്പെട്ട് സമീപകാല പ്രവർത്തനങ്ങളിൽ തദ്ദേശീയ ടർബോജെറ്റ് വികസനം, UAV പ്രൊപ്പൽഷൻ സംവിധാനം, ദീർഘസമയം പറക്കാൻ ശേഷിയുള്ള ആളില്ലാ വിമാന പദ്ധതികൾ എന്നിവയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകപ്പെടുന്നതായി കാണാം. പ്രൊപ്പൽഷൻ സാങ്കേതിക വിദ്യയിൽ സമ്പൂർണ്ണ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ഇന്ത്യയുടെ വിപുലമായ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ നീക്കങ്ങളെ വിലയിരുത്തപ്പെടുന്നത്.